നമുക്കിനി ട്രസ്റ്റ് വാലറ്റിൽ എങ്ങനെയാണ് ഒരു അക്കൗണ്ട് തുടങ്ങേണ്ടതെന്ന് നോക്കാം. അതിനാദ്യം പ്ലേ സ്റ്റോറിൽ നിന്ന് ട്രസ്റ്റ് വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം അത് ഓപ്പൺ ചെയ്യുക. ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു പേജ് വരും. ആ പേജിൽ ക്രിയേറ്റ് ന്യൂ വാലറ്റ് അല്ലെങ്കിൽ ആഡ് എക്സിസ്റ്റിംഗ് വാലറ്റ് എന്ന് കാണാം. നമുക്കിപ്പോൾ ക്രിയേറ്റ് ന്യൂ വാലറ്റ് ആണ് കൊടുക്കേണ്ടത്. ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർക്ക് എക്സിസ്റ്റിംഗ് വാലറ്റ് വഴി കയറാവുന്നതാണ്. അതിൽ സീക്രട്ട് ഫേസ് ക്രിയേറ്റ് ചെയ്യാനും സ്വിഫ്റ്റ് ബേട്ട അത് ക്രിയേറ്റ് ചെയ്യാനുള്ള 2 ഓപ്ഷൻസ് കാണാം. അതിൽ നമുക്കിപ്പോൾ സീക്രട്ട് ഫേസ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു പേജാണ് കിട്ടുക. അടുത്തായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് 12 വേർഡ്സ് ആണ്. അത് നമുക്ക് ബാക്കപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതിനായിട്ട് ബാക്കപ്പ് മാനുവലി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അടുത്തായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന 12 വേർഡ്സ് സൂക്ഷിച്ച് എഴുതി വെക്കേണ്ട ആവശ്യമുണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 3 ഗൈഡ് ലൈൻസാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് വ്യക്തമായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം 3 ഓപ്ഷനും ഓക്കെ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 12 വേർഡ്സ് വരുന്നതായിട്ട് കാണാം. ആ 12 വേർഡ്സും മുമ്പ് പറഞ്ഞതുപോലെ സേഫായിട്ട് എഴുതി നഷ്ടപ്പെടാത്ത രീതിയിൽ എടുത്തു വയ്ക്കുക. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ കോപ്പി ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ ഇത് കാണിച്ചു തരാനായിട്ട് ഞാൻ തൽക്കാലം ഞാൻ ഡോക്യുമെൻറ്റിലാണ് സേവ് ചെയ്തിരുന്നത്. ഡോക്യുമെൻറ്റിൽ ഞാൻ ഈ 12 വാക്ക് ഇപ്പോൾ ടൈപ്പ് ചെയ്തു. അതിന് ശേഷം വീണ്ടും ട്രസ്റ്റ് വാലറ്റ് എടുത്തിട്ട് നമുക്ക് അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഈ 12 വേർഡ്സും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഇതിൽ വേർഡ് 1 ഏതാണ് എന്നുള്ളത് നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേർഡ് 1 നമുക്ക് ഏതാണെന്ന് നോക്കാം. വേർഡ് 1 എന്നുള്ളത് നമ്മുടെ ഗ്യാസ്പ് എന്ന് പറയുന്ന വാക്കാണ്. അപ്പോൾ ഗ്യാസ്പ്. വേർഡ് 4 ഹാബിറ്റ് എന്നുള്ളതാണ് നമ്മുടെ വേർഡ് 4. അപ്പോൾ നമുക്ക് ഹാബിറ്റ് കൊടുക്കാം. അടുത്തത് വേർഡ് 7 ഇൻറ്റു എന്നുള്ളതാണ് വേർഡ് 7. അപ്പോൾ നമുക്ക് ഇൻറ്റു കൊടുക്കാം. അടുത്തത് വേർഡ് 10. വേർഡ് 10 ഏതാണെന്ന് നമുക്ക് നോക്കാം. വേർഡ് 10 എന്ന് പറയുന്നത് നമുക്ക് പസിൽ എന്ന് പറഞ്ഞ വാക്കാണ്. അപ്പോൾ നമുക്ക് പസിൽ. അതിനുശേഷം കൺഫേം ചെയ്യാം. അപ്പോൾ നമുക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ വരും. അതിൽ ഞാൻ ഇപ്പോൾ തൽക്കാലം ഒരു പാസ്വേഡ് കൊടുക്കുകയാണ്. അപ്പോൾ അതന്നെ വീണ്ടും നമുക്ക് കൺഫേം ചെയ്യണം ആ പാസ്വേഡ്. തൽക്കാലത്തേക്ക് ഞാൻ ബയോമെട്രിക്സ് ഡിനൈ ചെയ്യാണ്. ഇപ്പോൾ നമ്മുടെ ട്രസ്റ്റ് വാലറ്റിൻ്റെ ഹോം പേജ് ഓപ്പണായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഇനി ഇതിൽ USDT ആഡ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് താഴെ മാനേജ് ക്രിപ്റ്റോ എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ സെർച്ചിൽ USDT എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇതിൽ USDT BNB സ്മാർട്ട് ചെയിൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പിക്കാനായിട്ട് നമ്മളിവിടെ USDT BEP20 എന്നല്ല എഴുതിയിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം പുറകിലോട്ട് വന്നിട്ട് USDTക്ക് നേരെയുള്ള ബട്ടൺ ഓക്കെ കൊടുക്കുക. അതിനുശേഷം പുറകിലേക്ക് വരുമ്പോൾ ഹോം പേജിലായിട്ട് USDT എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. അടുത്തായിട്ട് നമുക്ക് USDT എങ്ങനെയാണ് സെൻഡ് ചെയ്യുക അല്ലെങ്കിൽ റിസീവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് കാണാം. അതിന് വേണ്ടിയിട്ട് താഴെ USDT എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ സെൻഡ് റിസീവ് എന്നുള്ള 2 ഓപ്ഷൻസ് കാണാം. റിസീവ് ചെയ്യാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് റിസീവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു കോഡും നമുക്ക് ഒരു കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനും നമുക്ക് കാണാൻ പറ്റും. നമുക്കൊന്നില്ലെങ്കിൽ നേരിട്ടിട്ട് ഇതിൽ സ്കാൻ ചെയ്തിട്ട് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കോപ്പി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലിങ്ക് നമുക്ക് കിട്ടും. ആ ലിങ്ക് നമുക്ക് ആരുടെ നിന്നാണോ റിസീവ് ചെയ്യേണ്ടത് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെൻഡ് ചെയ്ത് തരാനായിട്ട് പറ്റും. ഇനി നമുക്ക് BNB ആണ് സെൻഡ് അല്ലെങ്കിൽ റിസീവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ BNB ഓപ്പൺ ചെയ്യുക. അതിൽ നമുക്ക് സെൻഡ് റിസീവ് എന്നുള്ള 2 ഓപ്ഷൻ കാണാൻ പറ്റും. റിസീവ് ചെയ്യാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ റിസീവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുമ്പ് കണ്ട അതേപോലെ തന്നെ ഒരു കോഡ് കിട്ടും. അതുവഴി നമുക്ക് റിസീവ് ചെയ്യാനായിട്ട് സാധിക്കും.
അടുത്തതായിട്ട് നമുക്ക് ഇതിൽ പുതിയൊരു വാലറ്റ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് മുകളിൽ ഇടതുഭാഗത്തായിട്ട് കാണുന്ന മെയിൻ വാലറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു പേജ് വരും. അതിൽ വാലറ്റ് എന്നുള്ള എഴുതിയിട്ടുള്ളതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു പ്ലസ് കാണാം. ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് ന്യൂ വാലറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ ക്രിയേറ്റ് ന്യൂ വാലറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് മുമ്പ് ചെയ്തിട്ടുള്ള അതേ ഓപ്ഷൻസിലൂടെ തന്നെ നമുക്ക് പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ 10 to crore എങ്ങനെ ജോയിൻ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഏറ്റവും താഴെയായിട്ട് 4 ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ ഡിസ്കവർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മുകളിലായിട്ടൊരു സെർച്ച് ബാർ കാണാൻ പറ്റും. ആ സെർച്ച് ബാറിൽ നമ്മുടെ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നീല കളറിലൊരു ലിങ്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് 10 to crore ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും.